ഞാനും നിങ്ങൾക്കൊരു സാധനം പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇപ്പോൾ സോദോകോർപ്പസ് ടെറ്റോഗ്രോണോ പോപ്പസ് എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. ഒന്നുമല്ല ഇതാ, ആ പേരിട്ട് ആരും പേടിക്കേണ്ട, നമ്മളെ സാധാരണ ചതുരപ്പയർ. അപ്പോൾ ഇതിന് ഇറച്ചിപ്പയർ എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ ഒരു ചതുരപ്പയർ പറഞ്ഞാലേ ആൾ ചില്ലറക്കാരനല്ല കേട്ടോ. ഇതിൽ മാംസ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇറച്ചിപ്പയർ എന്നുള്ള പേര് കിട്ടാൻ കാരണം. പിന്നെ അതുപോലെ അയൺ കണ്ടൻറ്റ് ഒരുപാടുണ്ട്, അതുപോലെ പ്രോട്ടീൻ്റെ കലവറയാണ്. അപ്പോൾ ഇതിലിതാ ഒരു വയലറ്റ് കളർന്ന ഒരു ഇളം വയലറ്റ് കളറുള്ള ഒരു പൂവാണ് കേട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ പൂവും ഇതിൻ്റെ ഇലയും ഒക്കെ ഭക്ഷണയോഗ്യമാണ്. അപ്പോൾ ഈ ഒരു ചതുരപ്പയറുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഇത് നല്ലോണം മൂത്താൽ ഇതിൻ്റെ ഉള്ളിലൊരു കറുത്ത കളറിലെ കുരുവാണ് ഇട്ടുണ്ടാവുക. അപ്പോൾ ഇത് മൂക്കാത്തതായതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വയ്യ. അപ്പോൾ ആ കറുത്ത കളറുള്ള കുരു കുഴിച്ചിട്ടിട്ടാണ് ഈ ചതുരപ്പയർ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് മാസം കുഴിച്ചിട്ടാണെങ്കിലും ഈ ചതുരപ്പയർ വിളവെടുക്കാനാവുക ഏതറിയോ? ഒക്ടോബർ നവംബർ മാസത്തിലാണ്. അത് ഈ ചതുരപ്പയറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എനിക്ക് ചതുരപ്പയറിനെ കുറിച്ച് അറിയുക. അപ്പോൾ ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരമാവുമല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചതുരപ്പയർ ഞാൻ ഇതാ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ നമ്മളെ കുക്കിങ്ങിലേക്ക് പോകാം. അത് തന്നെ നമുക്കിതിനെ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം കേട്ടോ. വെള്ളം കുറച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചതുരപ്പയറിനെ വൃത്തിയാക്കി എടുക്കല്ലേ, നമ്മൾ കഴുകിയൊക്കെ വെച്ചതല്ലേ. രണ്ട് സൈഡൊന്ന് കളഞ്ഞിട്ട് നടുക്ക് ഇങ്ങനെ മുറിച്ചിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുതിനെ ഞാൻ മുറിക്കണില്ല കേട്ടോ, അതുപോലെ ഇടുകയാണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചതുരപ്പയർ തോരൻ വെക്കല്ലേ, എന്താണ് ഇപ്പോൾ ഷൈനി ഇങ്ങനെ ഇത്രയും വലിയ കഷ്ണക്കാക്കി മുറിക്കണേന്ന്. അപ്പോൾ ഞാൻ തോരനല്ല കേട്ടോ വെക്കണേ. എന്താ വെക്കണേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചതുരപ്പയർ വെച്ചിട്ട് ബജിയാണ് ഉണ്ടാക്കാൻ പോണേ, ചതുരപ്പയർ ബജി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളൊരു കറുത്ത കുരു ഉണ്ടാവും മൂത്താലേന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മൂക്കാത്ത കുരുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ തിന്നാം, അതുകൊണ്ടല്ലേ ഇത് ഒഴിവാക്കാത്ത. അത് തിന്നാൻ പറ്റില്ല, അത് കുഴിച്ചിടുക, അതാണ് അതിൻ്റെ വിത്ത്. നമ്മളെ ബജിക്ക് ആവശ്യമായിട്ടുള്ള കടലപ്പൊടി ഞാനൊരു പാത്രത്തേക്ക് ഇടട്ടെ കേട്ടോ. ഒരു 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇടാണേ. സാധാരണ നമ്മളെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ അത്. ഒരു 4 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരക്കണം, അതിട്ടു. എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി. നമ്മളെ ബജിക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ നമുക്ക്. അപ്പോൾ ഈ വെള്ളം ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ മാവിൻ്റെ പരുവൊക്കെ പാകമാണോ നോക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാറിയോ, ഇതേപോലെ ഒരു ചതുരപ്പയർ എടുത്തിട്ട്, അതായത് നമ്മൾ എന്ത് ബജിയാണോ ഉണ്ടാക്കാൻ പോണേ അങ്ങനെ എടുത്തിട്ട് കഴിയുമ്പോൾ മുക്കി നോക്കുക. അപ്പോൾ കണ്ടതുമ്പോൾ പറ്റി പിടിച്ച് നിൽക്കണില്ലേ, ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. ബജി ഉണ്ടാക്കാനുള്ള പാത്രം ഇതാ വെച്ചെടുത്തിട്ടോ അടുപ്പത്ത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടാവണം കേട്ടോ ആദ്യം. അപ്പോൾ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചൂടാക്കി എടുക്കണേ. അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ബജി ഉണ്ടാക്കാൻ ഒരുങ്ങുക. വേഗം ഇട്ട് കൊടുക്കട്ടെ നമുക്ക് കുറച്ച് കൂടുതൽ. ഇതെല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കുക. നമ്മളെ ബജി ഉണ്ടാക്കുന്ന ഒരു മാവിൽ ഞാൻ സോഡാപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോണ്ടു. ഞാനത് മനഃപൂർവ്വം ചേർക്കാമെന്നാണ്. അത് ചേർത്താൽ കുറച്ചും കൂടി ഇങ്ങനെ പ്ലഫ് ആയിട്ട് പൊന്തി വരും, അത്രേ ഉള്ളൂ. ബജി ഇതാ വെന്തുട്ടോ, വാങ്ങണേ. അടുത്ത ട്രിപ്പ് ഉണ്ടാക്കിയെടുക്കുക വേഗം. ഈ ബജികളും ഇതാ റെഡി ആയിട്ടുണ്ടേ. അമ്മ
എന്താണിത് സാധനം? എനിക്ക് പഴംപൊരിന്റെ ലുക്കാ തോന്നി. അവിടുന്ന് ഇങ്ങനെ നല്ലൊരു മണക്കങ്ങനെ വന്നു. അത് പഴംപൊരി അല്ല, ഇതാണ് ചതുരപ്പയർ പൊരി, ബജി. ബജി. അപ്പൊ നമുക്ക് കഴിച്ചേക്കല്ലേ, നടുക്കി കഴിക്കാൻ കഴിക്കല്ലേ. അപ്പൊ നമുക്ക് സോസിലൊക്കെ ഒന്ന് മുക്ക് ചെയ്തിട്ട് കഴിച്ചാലോ? നോക്ക സോസ് കുട്ടിയൊന്ന് തിന്നോക്കാതെ. അതെ അതെ, എന്റെ രീതിക്ക് തന്നെ ആയിക്കോട്ടെ അല്ലേ? രീതിക്ക് ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങള് കഴിച്ചു നോക്കാണേ. നമ്മളായിട്ട് മോശമാക്കണ്ടല്ലോ. അപ്പൊ ഞങ്ങള് കഴിക്കാം കേട്ടോ. നല്ല സൂപ്പറാ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. 4 മണി പലഹാരം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് ഞാൻ പറിച്ചോണ്ടെന്ന് ചെറിയച്ഛൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഉണ്ടാവാണ്. അപ്പോൾ നമ്മൾ തോരനൊക്കെ എന്നോ കഴിച്ചാലേ, അപ്പോൾ ഈ ഒരു ബജി ഉണ്ടാക്കിയിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് നല്ല ടേസ്റ്റുള്ള സംഭവം തന്നെയാണ്. തോരൻ എന്ന് പറഞ്ഞാൽ തോരൻ്റേതായിട്ടുള്ള ടേസ്റ്റുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു ഉപ്പേരികളൊക്കെ കഴിക്കും പോലെ. അതെ അതെ, അമരപ്പയർ എന്തെങ്കിലുമൊക്കെ. അതെ, പക്ഷേ കുട്ടികൾക്കൊന്നും വലിയൊരു ഇഷ്ടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ നല്ലോണം കഴിക്കും. എന്താ വെച്ചാൽ ഇതിൽ നല്ലോണം പ്രോട്ടീൻ ഉണ്ട്, മാംസ്യം അടങ്ങിയിട്ടുണ്ട്, ഇരുമ്പിൻ്റെ അളവുണ്ട്, നല്ല സാധനമാണ് ഈ സംഭവം. അപ്പോൾ നമ്മൾ ഇത് എടുത്തുണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. അതുപോലെ ഇത് നട്ടാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു സംഭവം നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ കായായിട്ട് ഇതേപോലത്തെ ബജികൾ ഉണ്ടാക്കി കഴിക്കുക, അടിപൊളിയാണ് സംഭവം. അവനങ്ങനെ കുത്തിട്ടുണ്ടാക്കി ഇങ്ങനെ പറിക്കുമ്പോൾ അതിൻ്റെ രസമൊന്നും അതൊന്നും വേറെ തന്നെയാണ്. അപ്പോൾ വേറെന്താ പറയുക വെച്ചാൽ, നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു ബജി ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി കഴിക്കട്ടെ എല്ലാവരും. അതുപോലെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി തൊട്ട് കൊടുക്കണം. എന്നാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്നുണ്ടെങ്കിൽ ലഭിക്കുള്ളൂ. പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇതേപോലത്തെ നല്ല വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. അതെ ആരാധില്ല.